الحمد لله رب العالمين الذي أنزل على عبده الكتاب ولم يجعل له عوجا نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടാവും പരിപാലകനുമായ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുവാനും ഈമാനോടുകൂടി മരണത്തെ സ്വീകരിക്കുവാനും അവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. തൃപ്തികരമായ ഒരു ജീവിതം നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയാണ് എല്ലാ അർത്ഥത്തിലുമുള്ള ജീവിതത്തിലെ പരിശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അധികം ആളുകളും അതിൽ പരാജിതരാവുകയും പലപ്പോഴും സമാധാനമില്ലാത്ത ഒരു ജീവിതം അങ്ങനെ തട്ടിമുട്ടി മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമായി മാറുകയും ചെയ്യും. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ തരക്കെടില്ല, ഇങ്ങനെ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോകുന്നു എന്നൊക്കെയുള്ള ഒരു തൃപ്തികരമല്ലാത്ത മറുപടിയാണ് പലപ്പോഴും വിശ്വാസികളുടെ സമൂഹത്തിൽ നിന്നും കേൾക്കുവാൻ കഴിയുക. ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനമാണ്. ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് നമ്മൾ എപ്രകാരമാണോ അത് സ്വരൂപിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം ഉണ്ടാവുക. കാഴ്ചപ്പാട് വളരെ പ്രധാനമാണ്. വളരെ പ്രസിദ്ധമായ ഒരു വാക്യത്തിൽ റോസാ ചെടിയെ നോക്കി ഇതിൽ മുഴുവൻ മുള്ളുകളാണല്ലോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു. മറ്റൊരാൾ പറയുന്നത് ഇതിൽ നിറയെ പൂക്കളാണല്ലോ എന്ന്. ജീവിതത്തിലെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്, നമ്മുടെ കാഴ്ചപ്പാട്, സമീപനം എന്താണ്, നമ്മളൊരു വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ സമീപിക്കുന്നു എന്നിടത്താണ്. പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ചതിന് കൃത്യമായ ഒരു രൂപരേഖയുള്ളത് കൊണ്ട് ആ രൂപരേഖയെ ലംഘിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും അസ്വസ്ഥവും സമാധാനരഹിതവുമായ ഒരു ജീവിതം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. സിനിമയിലും സീരിയലിലും നോവലുകളും ഒക്കെ കാണുന്ന ജീവിതമല്ല യഥാർത്ഥ ജീവിതമെന്നും പച്ചയായ ജീവിതത്തെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സമീപിക്കണം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. ജീവിതത്തെ വളരെ സീരിയസ് ആയി തന്നെ കാണണമെന്നാണ് ഇസ്ലാം പറയുന്നത്. പക്ഷേ അതിന് ലളിതമായി സമീപിക്കാൻ സാധിക്കണം. ജീവിതം സീരിയസ് തന്നെയാണ്, വളരെ ഗൗരവമായി കാണേണ്ടുന്ന ഒന്നാണ് ജീവിതം എന്ന് പറഞ്ഞത്. നിസ്സാരവൽക്കരിക്കേണ്ടതല്ല. പക്ഷെ അതിനെ എങ്ങനെ സമീപിക്കണം എന്നിടത്ത് ലളിതമായി സമീപിക്കണമെന്നാണ്. പലപ്പോഴും ഇന്നത്തെ ഒരു സമൂഹം അങ്ങനെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ അടുത്ത കാലത്ത് കേരളത്തിൽ വന്നൊരു പഠനം മെഗാ സീരിയലുകളൊക്കെ നിരോധിക്കണം. അപ്പൊ ആ കമ്മീഷൻ അതിന് കാരണമായി മുന്നോട്ട് വെച്ചത് ഈ മെഗാ സീരിയലുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വർഷങ്ങളോളം നീണ്ടുപോവുകയാണ്. കഥാപാത്രങ്ങളൊക്കെ നീട്ടം വേണ്ടി അതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്ത്രീകളെയും കുടുംബങ്ങളെയും പ്രത്യേകിച്ച് യുവതലമുറയുടെയും ഒക്കെ സ്വഭാവ രൂപീകരണത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നു എന്ന് കേരള ഗവൺമെന്റ് നിയമിച്ച ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അപ്പൊ ആ കാണുന്നതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമായി മാറേണ്ടത്. ഇസ്ലാം അതിന് മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ജീവിതം താൽക്കാലികമാണ്, അത് നശ്വരമാണ്. അനശ്വരമായ ഒരു ജീവിതം വരാനിരിക്കുന്നതാകുന്നു. അവിടേക്ക് വേണ്ടിയുള്ള കൃഷിയിടമാകുന്നു ഈ ജീവിതമെന്നും
ആ രൂപത്തിൽ അതിനെ തിരിച്ചറിയുക എന്നും. ഇപ്പൊ നമ്മുടെ സമൂഹത്തിലൊക്കെ കൂടി വരുന്ന ഈ കൺസ്യൂമറിസം, ഉപഭോഗത്വര, അതേപോലെ തന്നെയുള്ള ആധുനികതയോടുള്ള അമിതമായ ഭ്രമം, അറിഞ്ഞും അറിയാതെയും നമ്മുടെ സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്താഗതികൾ, ഫാഷൻ ലോകം, അതേപോലെ തന്നെ ട്രാവൽ ആൻഡ് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകത്തുണ്ടായിരിക്കുന്ന വലിയ മാറ്റങ്ങൾ, ലോകത്ത് എല്ലാ രാജ്യങ്ങളും കാണാൻ എല്ലാവർക്കും അവസരമുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം മുമ്പ് വരെ നമ്മുടെ സമൂഹത്തിൽ വളരെ സെലക്റ്റീവായ ആളുകൾക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു ചാൻസ് ആയിരുന്നു അതൊക്കെ. ഇന്ന് എല്ലാവർക്കും അത് കരഗതമാവുകയാണ്. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ സാലറി സ്കെയിലുകളൊക്കെ ഉയർന്നു, അവസരങ്ങൾ വന്നു. അതിനൊന്നും ഇസ്ലാം എതിരല്ല, ഈ പറഞ്ഞതിനൊന്നും ഇസ്ലാം എതിരല്ല. നല്ല വാഹനവും നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല വിദ്യാഭ്യാസവും നല്ല യാത്രാ സൗകര്യങ്ങളും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അള്ളാഹു നമുക്ക് നൽകിയ നസീബുകളെ, അനുഗ്രഹങ്ങളെ, അവന്റെ ഔദാര്യങ്ങളെ ഒന്നും നമ്മൾ വിസ്മരിക്കേണ്ടതില്ല. അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ, പക്ഷെ അതിന്റെ പിറകെ മാത്രം പോയി അതിലിങ്ങനെ കണ്ണു മഞ്ഞളിച്ച് വെറും ആസ്വാദകരും ആർമാദിക്കുന്നവരുമായി മാറി പരസ്യങ്ങളുടെയും ഓഫറുകളുടെയും പിന്നാലെ പോയി വർണ്ണങ്ങളുടെയും അലങ്കാരങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും പിറകിൽ ചൂണ്ടലിന് പിറകെ പോകുന്ന മത്സ്യത്തെ പോലെ. അപ്പൊ ഈ മത്സ്യത്തോട് തവള പറയുന്നുണ്ട്, ഈ ചൂണ്ടലിനപ്പുറം ഒരാളെ ഒരു വടിയും പിടിച്ചിരിക്കുന്നുണ്ട്, അയാള് കുറച്ചു കഴിഞ്ഞാൽ നിന്നെ വലിച്ച് കരയിലേക്ക് കയറ്റും, എന്നിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുന്ന ചട്ടിയിൽ നിന്നെ വറുത്തയാള് ഭക്ഷിക്കുന്നു പറയുമ്പോ മത്സ്യം ചോദിക്കുകയാണ്, അങ്ങനെ ഒരാളോ, അങ്ങനെ ഒരു ചൂണ്ടൽക്കാരനോ, ഈ ചൂണ്ടക്കപ്പുറം അങ്ങനെ ഒരു ലോകമില്ല, അങ്ങനെ ഒരു ചട്ടിയോ, അങ്ങനെ എന്നെ പൊരിച്ചെടുക്കുന്ന ഒരു അനുഭവമോ? അതൊക്കെ നിഷേധിച്ചുകൊണ്ട് മൂപ്പരാ ചൂണ്ടന്റെ പിന്നാലെ പോയി എന്ന് പറഞ്ഞില്ല. അതിൽ കൊത്തി അവസാനം ആ മീൻപിടുത്തക്കാരന് ഇരയായി മാറുന്ന ഒരു മത്സ്യത്തിന്റെ ഉദാഹരണം പറയാറുണ്ട്. അതേപോലെ ആയിത്തീരരുത് എന്നാണ് വിശുദ്ധ ഖുർആനിൽ മുൻകഴിഞ്ഞ സമൂഹങ്ങളെ സൂചിപ്പിക്കുന്നിടത്ത് ആദ്യ സമുദായത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് കാണാൻ കഴിയും. സൂറ ശുഅറയിലെ 128-ാമത്തെ ആയത്തിൽ നിങ്ങൾ നേരം പോക്കിനായി എല്ലാ മേടുകളിലും അടയാള സ്തംഭങ്ങൾ, പഴയകാല സംസ്കാരങ്ങളും ജലപദങ്ങളെയൊക്കെ നോക്കി അങ്ങനെ കാണാൻ കഴിയും. അവരവരുടെ അഭിമാനത്തിന്റെയും അതേപോലെ തന്നെ സംസ്കാരത്തിന്റെയും ഒക്കെ ഭാഗമായി അടയാള സ്തംഭങ്ങൾ എല്ലാ ഉയർന്ന സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ടാക്കി അത് ജീവിതത്തിൽ ഹരമായി കാണുന്ന ആളുകൾ. നിങ്ങള് ഇവിടെ ഖാലിദീങ്ങളാകുന്നു, നിത്യവാസികളാകുന്നു എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ നിങ്ങൾ മഹാസൗധങ്ങൾ പടുത്തുയർത്തുകയാണോ? നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് വരുന്ന വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ചോദ്യം പലപ്പോഴും നമ്മിലേക്ക് തിരിച്ചു വരും. ഭാര്യയും ഭർത്താവ് 2 മക്കളും ഉള്ളെങ്കിലും 40 റൂമൊക്കെ വീടുണ്ടാക്കുന്ന ആളുകളുണ്ട്. ആരും മോശമല്ല. കടം വാങ്ങിയും ലോൺ എടുത്തുമൊക്കെ തങ്ങളുടെ കൊക്കിലൊതുങ്ങാത്ത വീടുണ്ടാക്കുന്നവരാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. തെക്കൻ കേരളത്തിലേക്ക് പോയാൽ നേരെ ഓപ്പോസിറ്റാ. ചെറിയ വീട് ബാക്കി സമ്പാദിക്കണം അവര്. പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തിലൊക്കെ മുസ്ലിം സൊസൈറ്റിയുടെ അപ്രോച്ച് ഭയങ്കര മാറ്റമുണ്ട്. അപ്പൊ വലിയ സൗധങ്ങൾ ഉണ്ടാക്കി, വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി. അവിടെ ഖുർആൻ പറഞ്ഞ ഒരു പദമാണ് നമ്മുടെ പരാമർശ വിഷയം. ഏതുപോലെയാണ്? ലഅല്ലക്കും തഖ്ലുദൂൻ. നിങ്ങൾ ഇങ്ങനെ പോകുന്ന പോക്ക് കണ്ടാൽ തോന്നും നിങ്ങൾ ഇവിടെ സ്ഥിരവാസികളാണ്, എന്നെന്നും താമസിക്കുന്നവരാണ്, ഈ ലോകത്തുനിന്ന് പോകേണ്ടവരല്ല എന്ന് തോന്നിപ്പിക്കുമാറാണല്ലോ നിങ്ങളുടെ പെരുമാറ്റം എന്നാണ് ഖുർആൻ പറയുന്നത്. അത് വിശുദ്ധ ഖുർആൻ നമ്മളോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പേമാരിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സമൂഹമാണ് മലബാറിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളും നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും നമ്മൾ പാർക്കുന്ന വീടുകളും നമ്മൾ ദിനേന കടന്നു ചെല്ലുന്ന നമ്മുടെ അങ്ങാടികളും നഗരവും ഒക്കെ നോക്കിയാൽ മതി ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പെരുമഴ പോലെ പെയ്തിറങ്ങിയിരിക്കുകയാണ്. അതൊന്നും അവനെ വിസ്മരിക്കുന്നതിന് കാരണമായി തീരരുത്. ആ വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ അസമാധാനം ഉണ്ടാവുന്നത്. അപ്പൊ പലതും അങ്ങനെ ഉണ്ടാവും. ഖുർആൻ സമാധാനം ഉണ്ടാവും പറഞ്ഞ ഒരു ഔഷധം എന്ന് പറഞ്ഞാൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അവനിൽ ബന്ധിതമായ ഒരു മനസ്സ്,
അത് വിട്ടുപോകാതെ നിലനിർത്താൻ സാധിക്കുമോ സമാധാനം ഉണ്ടാവുന്ന? ഈ സ്വസ്ഥതയും സമാധാനവും താൽക്കാലികമായ ആസ്വാദനമൊക്കെ ഉണ്ടാവാൻ ആധുനിക ലോകത്ത് നമ്മൾ സ്വീകരിക്കുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ മദ്യവും മയക്കുമരുന്നും വരെ അതിന്റെ ഭാഗമാണ്. സമാധാനം ഉണ്ടാവാൻ വേണ്ടി, സന്തോഷം ഉണ്ടാവുമ്പോൾ ഒന്ന് മദ്യപിക്കുക, ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുക. സംഗീതത്തെയും കലയെയും അതേപോലെയുള്ള മേഖലയും ഒക്കെ താൽക്കാലികമായ ആസ്വാദനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്, യാത്രകൾ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ ആ ഗണത്തിൽ അനുവദനീയമായതും അനുവദനീയമല്ലാത്തതും ഒക്കെ അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ അതിന്റെ ഒക്കെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ താൽക്കാലികമായ സമാധാനങ്ങളാണ്, പലതിനും പണച്ചെലവുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ദൈവസ്മരണ കൊണ്ടാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് ശാന്തി അടയുക എന്ന് പറഞ്ഞെടുത്ത് അതിന് പ്രത്യേകിച്ച് പണത്തിന്റെ ചെലവൊന്നുമില്ല. അത് മാത്രമല്ല, എപ്പോഴും ആ സ്മരണ നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അത് താൽക്കാലികമല്ല. ഒരാൾക്ക് എല്ലാ സമയവും നിലനിർത്താൻ കഴിയുന്ന, അധിക കാര്യങ്ങൾക്കും പണച്ചെലവില്ലാത്ത ഒന്നാണ് ദൈവസ്മരണ എന്ന് പറഞ്ഞാൽ. ഹജ്ജിന് പോവുക, ഉംറക്ക് പോവുക എന്നൊക്കെ പറയുമ്പോ പൈസക്ക് ചെലവുണ്ടാവും. അതല്ലാത്ത നമസ്കാരമായിരുന്നാലും, നോമ്പായിരുന്നാലും, മറ്റു സൽക്കർമ്മങ്ങളായിരുന്നാലും, ദിക്റുകളായിരുന്നാലും, പ്രാർത്ഥനകളായിരുന്നാലും, ദൈവസ്മരണയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കൊന്നും പണച്ചെലവില്ല. എല്ലാ സമയവും നിലനിർത്താൻ സാധിക്കും. അപ്പൊ ആ കാഴ്ചപ്പാടോടുകൂടി ഇത് താൽക്കാലികമാകുന്നു, ഞാനിവിടെ അങ്ങനെ ജീവിക്കേണ്ടവനാകുന്നു. വിശുദ്ധ ഖുർആൻ സൂറ ഹദീദിലെ 20-ാമത്തെ ആയത്തിൽ ഈ ഭൗതിക ലോകത്തെ വളരെ മനോഹരമായി ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞ 3-4 കാര്യങ്ങളിൽ യഅലമൂ എന്ന് തുടങ്ങുന്ന നിങ്ങൾ അറിയണം. അതറിയാത്ത നമ്മളെ കുഴപ്പം. ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ സമൂഹത്തിന്റെ കുഴപ്പം ഇതറിയാത്തത് കൊണ്ടാണ്. യഅലമൂ, നിങ്ങൾ അറിയുക, അന്നമൽ ഹയാത്തുദ് ദുനിയ, നിശ്ചയമായും ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ലഇബൻ, അതൊരു കളിയാണ്. കളിയൊക്കെ താൽക്കാലികമാണ്. അത് കഴിഞ്ഞാൽ കളിക്കളത്തുനിന്ന് ആൾക്കാർ കയറിപ്പോകും. നേരം വെളുക്കോളം 24 മണിക്കൂർ ഒരു കളിയില്ലല്ലോ. താൽക്കാലികമായ ഒന്നാണ് ജീവിതത്തിലെ കളി എന്ന് പറഞ്ഞാൽ. അത്ര കണ്ടാൽ മതി. രണ്ടാമത് വിശുദ്ധ ഖുർആൻ ഉദാഹരിച്ചത് പോലെ ഹുവൻ, അത് വിനോദമാകുന്നു, അതും താൽക്കാലികമാണ്. കുട്ടികളാണ് സാറിന് കളിക്കുക. ആ കുട്ടിപ്രായം കഴിഞ്ഞ് കുറച്ചുകൂടെ ഒരു യൗവനത്തിലേക്ക് വരുമ്പോ പിന്നെ വിനോദങ്ങളുടെ കാലഘട്ടമാണ്. അങ്ങനെയും ആ ആയത്തിനെ മനസ്സിലാക്കാം. മൂന്നാമതായി ഖുർആൻ പറഞ്ഞത് സീനത്തുൻ, അലങ്കാരമാകുന്നു. അലങ്കാരങ്ങളൊക്കെ താൽക്കാലികമാണ്. ഈ കളിയുടെയും വിനോദത്തിന്റെയും പ്രായം കഴിഞ്ഞ് ഒരു മിഡിൽ ഏജിലേക്ക് വന്നാൽ പിന്നെ സീനത്തിന്റെ അങ്ങനെയാണ്. മോടി കൂട്ടുകയും മൊഞ്ചു കൂട്ടുകയും അലങ്കാരം കൂട്ടുകയും വീട് പിന്നെയും പൊളിച്ചു നന്നാക്കുകയും എത്ര മേക്കപ്പ് ചെയ്താലും കണ്ണാടിന് മുമ്പിൽ നിന്ന് പോകാൻ തോന്നാതിരിക്കുകയും എങ്ങനെ വസ്ത്രമണിഞ്ഞാലും അത് ശരിയല്ലാന്ന് തോന്നുകയും വാഹനം എങ്ങനെ മോടി കൂട്ടിയാലും പോരാ പോരാ പോരാ. അതാണ് സീനത്ത്. ഈ സീനത്തുകളെല്ലാം താൽക്കാലികമാകുന്നു. ബൈനക്കും, നിങ്ങൾ പരസ്പരമുള്ള ദുരഭിമാനം, അതിന്റെ അടുത്ത സ്റ്റേജും കൂടെ ഉണ്ട്. അപ്പൊ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു. സ്വത്തുക്കളിലും സന്താനങ്ങളിലും പരസ്പരം പെരുമ കാണിക്കുക. എനിക്ക് ഇത്ര സ്വത്തുണ്ട്, എന്റെ മക്കൾ ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞ് അതിൽ ഇങ്ങനെ പെരുമ കാണിച്ച് അതിൽ ആസ്വാദനം കണ്ട് അങ്ങനെ കളിയുടെയും വിനോദത്തിന്റെയും അലങ്കാരത്തിന്റെയും പരസ്പരമുള്ള ദുരഭിമാനം, അതാണ് തഫാഖുർ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ സ്വത്തുക്കളിലും സന്താനങ്ങളിലുമുള്ള പെരുപ്പം കാണിക്കൽ. അപ്പോഴത്തേക്കാണ് കഴിയും. അപ്പോഴത്തേക്ക് അസ്തമയ സമയമായിട്ടുണ്ടാകും. ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ നമ്മളറിയാതെ കളി, വിനോദം, അലങ്കാരം, പരസ്പരം ദുരഭിമാനം നടിക്കൽ, അതേപോലെ തന്നെ പെരുമ കാണിക്കൽ. ഈ 5 ഘട്ടങ്ങളെ ഖുർആൻ വളരെ മനോഹരവും ചിന്തോദ്ദീപകവുമായി ഉദാഹരിച്ചിരിക്കുക. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് ഏതുപോലെ അറിയത്, അത് ഒരു മഴ പോലെയാകുന്നു. എന്താ മഴ പെയ്തപ്പോ സംഭവിച്ചത്? ആ മഴ മൂലം ചെടികൾ ഇങ്ങനെ തഴച്ചു വളർന്നു വന്നപ്പോൾ അത് കർഷകനെ അത്ഭുതപ്പെടുത്തി, ആശ്ചര്യപ്പെടുത്തി. അതിന്റെ വർണ്ണവും അഴകും അതിന്റെ വളർച്ചയും അതിന്റെ തഴപ്പും അതിന്റെ കുലകളും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ കർഷകനാകെ അങ്ങനെ അജബൽ കുഫാർ, കർഷകരൊക്കെ അന്തം വിട്ടുപോയി, അത്ഭുതപ്പെട്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ ചെടികളെല്ലാം ഉണക്കം ബാധിച്ചു, അതിന് മഞ്ഞ നിറം ബാധിച്ചു. താമസിയാതെ അത് തുരുമ്പായി, വൈക്കോൽ ആയി മാറിയിരുന്നു. ജീവിതത്തിന്റെ ഘട്ടങ്ങളാണ് പറഞ്ഞത്. മഴയിൽ കിളിർത്തു വന്ന ചെടി
കായ്ക്കനികൾ നൽകി അത് മഞ്ഞ നിറമായി അത് തുരുമ്പിപ്പോയി വൈക്കോലായി മാറുന്നത് നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ ഈ ആയുസ്സിനിടയിൽ എത്ര എത്ര തവണയാണ് നമ്മൾ കണ്ടത്. എല്ലാ മനുഷ്യരും ഓരോ വർഷവും കാണുന്ന ചിന്തോദ്ദീപകമായ ഒരു ഉദാഹരണം കൊണ്ട് വിശുദ്ധ ഖുർആൻ ജീവിതത്തെ അടയാളപ്പെടുത്തി കാണിക്കുകയാണ്. അപ്പൊ ഇപ്പൊ തീരും. അതിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് തൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ, ഖനാഅത്ത് എന്നാണ് അതിന് വിശദീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ച മനുഷ്യരെ കുറിച്ച് പറയുന്നിടത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിൽക്കുന്ന ഹദീസിൽ വിജയിച്ച മനുഷ്യന്മാരെ കുറിച്ച് പറയുന്ന 3-4 കാര്യങ്ങൾ അവസാനം പറഞ്ഞത് അള്ളാഹു അയാൾക്ക് നൽകിയതിൽ തൃപ്തിപ്പെടുക. ഇത് ഭയങ്കര ഒരു മനഃശാസ്ത്രപരമായ സമീപനമാണ്. ഇസ്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ജീവിതത്തിന്റെ ഒരു ഫിലോസഫിയാണത്. അള്ളാഹു അയാൾക്ക് നൽകിയതിൽ ആരാണോ തൃപ്തിപ്പെട്ടവൻ അവന് സമാധാനം ഉണ്ടാവും, അയാൾ വിജയിച്ച മനുഷ്യനാണെന്ന്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ വിശദീകരിച്ചത്, നിങ്ങൾ നിങ്ങളുടെ താഴെ ഉള്ള ആളുകളിലേക്ക് നോക്കിയാൽ മതി. നിങ്ങളെക്കാളും സമ്പത്ത് കുറഞ്ഞവർ, നിങ്ങളെക്കാളും ചെറിയ വീടുള്ളവർ, നിങ്ങളെക്കാളും കുറച്ച് സാലറി വാങ്ങുന്നവർ, നിങ്ങളെക്കാളും ചെറിയ വാഹനമുള്ളവർ, എന്നെക്കാളും മറ്റു കാര്യങ്ങൾ കുറഞ്ഞവർ, അങ്ങനെ നോക്കുക. സൗന്ദര്യം കുറഞ്ഞവർ, അതേപോലെ തന്നെ സൗകര്യങ്ങൾ കുറഞ്ഞവർ, അപ്പൊ സമാധാനം ഉണ്ടാവും. നമ്മളെക്കാളും മുകളിലുള്ള ആളുകളിലേക്ക് നോക്കാൻ പറഞ്ഞത് ഏത് കാര്യത്തിലാണെന്നറിയോ? അത് ആരാധനകളുടെയും ദീനി ചിട്ടയുടെയും കാര്യത്തിലാണ്. നമ്മൾ നേരെ തിരിച്ചാണ് ഉള്ളത്. അത് ഉൾട്ടായി പോയൊരു സംഗതിയാണ്. എന്താ? ഭൗതിക ലോകത്തൊക്കെ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കുകയും ദീനിന്റെ കാര്യത്തിൽ താഴെയുള്ള ആളുകളിലേക്ക് നോക്കും. ഞാൻ അയാൾക്കാർ വിശ്വാസം, ഞാൻ ഏതായാലും ജുമാക്ക് പോകണ്ടല്ലോ, ഞാൻ ഒരു ജമാഅത്തിനെങ്കിലും പോകുന്നുണ്ടല്ലോ, സമാധാനപ്പെടുക. ഒരു ജമാഅത്തിന് പോകുന്ന ആൾ നോക്കേണ്ടത് ജമാഅത്തിന് പോകാത്ത ആളടുത്തേക്കല്ല. ഒരു ജമാഅത്തിന് 2 ജമാഅത്തിന് പോകുന്നവൻ നോക്കേണ്ടത് 5 നേരത്തെ ജമാഅത്തിനും പള്ളിയിൽ പോകുന്നവരിലേക്കാണ്. മതത്തിന്റെ കാര്യത്തിലാണ് നിങ്ങൾ മുകളിലേക്ക് നോക്കേണ്ടത്. ഭൗതിക കാര്യങ്ങളിൽ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുകളിലേക്ക് നോക്കിയാൽ എന്താ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവൂല, സ്വസ്ഥത ഉണ്ടാവൂല. അപ്പൊ കടം വാങ്ങി അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ലോണൊക്കെ എടുത്തിട്ട് വലിയ എന്നും കടത്തിൽ കൊടുക്കുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ മാലിൻ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ആദമിന്റെ ഒരു സന്തതി എന്ന് പറഞ്ഞാൽ മനുഷ്യന് 2 താഴ്വര നിറയെ സമ്പത്തുക്കൾ ഉണ്ട് അയാൾക്ക്. ലബ്തആ വാദിയൻ സാലിയ, ലബ്തആ വാദിയൻ സാലിസ. അപ്പോ രണ്ട് തോട്ടങ്ങളുണ്ട്. 2 തോട്ടങ്ങളുള്ള ആള് സാലിസൻ, 3ാമത്തെ തോട്ടത്തിന് വേണ്ടി ആഗ്രഹിക്കും, താഴ്വരക്ക് വേണ്ടി ആഗ്രഹിക്കും. വലാ യംലഉ ജൗഫി ആദമ ഇല്ല തുറാബ്, ആദമിന്റെ മകന്റെ വയറ്, അവന്റെ ഉള്ളം മണ്ണ് കൊണ്ടല്ലാതെ നിറയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അവസാനം ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആ വയറ്റിൽ മണ്ണ് നിറയുമ്പോഴാണ് അവന്റെ ആഗ്രഹങ്ങൾ തീരുക. എന്നാൽ നിങ്ങൾ മഖ്ബറുകൾ സന്ദർശിക്കുന്നത് വരെ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ പെരുമ നടിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഖുർആൻ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. 2 തഫ്സീറുണ്ട് ആയത്തിന്. ഒന്ന് നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളെ ഖബറിൽ കൊണ്ടുവെക്കുന്നത് വരെ. 2ാമത്തെ ഒരു വ്യാഖ്യാനം, മരിച്ചു കിടക്കുന്ന മനുഷ്യരുടെ ഭൗതിക ജഡങ്ങൾ, അവരെ മരിച്ച മനുഷ്യരുടെ ഭൗതിക ജനങ്ങൾ അടക്കം ചെയ്ത മക്ബറകളിൽ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. മക്ബറ എന്ന് പറഞ്ഞാൽ മറമാടപ്പെട്ട സ്ഥലന്നേ അർത്ഥമുള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിൽ മക്ബറ പറഞ്ഞാൽ വേറെ അർത്ഥം, ഖബർസ്ഥാനെ അർത്ഥമുള്ളൂ. ആളുകൾ മറച്ച സ്ഥലം, മറമാടിയ സ്ഥലം, പള്ളിക്കാട്, അവിടെ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങളെ അവിടെ കൊണ്ടുപോയി മറമാടുന്നത് വരെ. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസൽ ഇനാ അൻ കസറത്തിൽ അർള്, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിഭവങ്ങളിലുള്ള ആധിക്യമല്ല, വലാകിന്നൽ ഇനാ ഇലൻ നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യമാകുന്നു ഏറ്റവും വലിയ ഐശ്വര്യം. അത് മനുഷ്യർ തമ്മിലുള്ള ബന്ധമായിരുന്നാലും സാമ്പത്തികമായ കാര്യങ്ങളായിരുന്നാലും ഒക്കെ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളൊക്കെ അവതാളത്തിലാകുന്നു, കുടുംബ ബന്ധങ്ങളൊക്കെ തകരുന്നു. അതേപോലെ തന്നെ മനുഷ്യർക്കിടയിലുള്ള പരസ്പര സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ ഇല്ലാതായി അതിനുവേണ്ടി മാത്രം പരിശ്രമിക്കുന്ന ആളുകളൊക്കെ ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
ഈ വാരം മാധ്യമങ്ങളിലൊക്കെ വന്ന വലിയൊരു ചർച്ച, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകനും ഭാര്യയും പിരിഞ്ഞു എന്നുള്ളതാണ്. 10-30 കൊല്ലമായിട്ട് അവർ പിരിയാണ്. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? പരിഹരിക്കാനാവുന്നതിലും അപ്പുറം ഞങ്ങള് വൈകാരികമായ മനസ്സംഘർഷങ്ങളിലാണ്. AR റഹ്മാനും ഭാര്യയും പിരിഞ്ഞത് വലിയ വാർത്തയായല്ലോ. അപ്പൊ അതിൽ വന്നൊരു സംഗതിയാണ്, വൈകാരികമായ മനസ്സംഘർഷങ്ങൾ ഞങ്ങൾക്ക് പരിഹരിക്കാവുന്നതിലും അപ്പുറമായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ പിരിയണം. പൈസ ഇല്ലാത്തതുകൊണ്ടാണോ? പ്രസിദ്ധി ഇല്ലാത്തത് കൊണ്ട്? വേൾഡ് ഫേമസ് ആയി, ലോകം അംഗീകരിച്ച്, ലോകം മുഴുവൻ സ്വീകരിക്കുന്ന ആരാധകർ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സാമ്പത്തികമായി മുട്ടുന്നത്. സിനിമ നടികളൊക്കെ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്? പലപ്പോഴും സെലിബ്രിറ്റികൾ ആത്മഹത്യ ചെയ്യാറുണ്ടല്ലോ. സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടാണോ? സമ്പത്ത് ഇല്ലാത്തതുകൊണ്ടാണോ? പോപ്പുലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ? സമൂഹത്തിൽ സ്ഥാനം? അതൊന്നുമില്ല. അതാണ് റസൂൽ പറഞ്ഞത്, ഐശ്വര്യം എന്ന് പറയുന്നത് മനസ്സിന്റെ ഐശ്വര്യം. മനസ്സ് വിശാലാണെങ്കിൽ ചെറ്റക്കുടിലും വലിയ കൊട്ടാരം പോലെ തോന്നും. വലിയ കൊട്ടാര സമാനമായ വീടുണ്ടാക്കിയിട്ട് ഒരു സമാധാനം ഇല്ലാതെ അകൽച്ചയിൽ കഴിഞ്ഞുകൂടുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരും കൊണ്ട് സമ്പന്നമായ ഒരു നാടാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ. മുറ്റത്ത് വാഹനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും, ഓടിക്കളിക്കാൻ മാത്രം വലിയ റൂമുകൾ ഉണ്ടാകും, സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ സമാധാനമില്ല എന്നാണ്. അപ്പൊ അത് ഉണ്ടാകണമെങ്കിൽ മാത്രമല്ല, വിശുദ്ധ ഖുർആൻ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ പറഞ്ഞ ഒരു വാക്ക് ദാറുസ്സലാം എന്നാണ്. സമാധാനത്തിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ വേറൊരു പേരാണ്. മനുഷ്യന്റെ ആഗ്രഹമാണത്, സമാധാനമുള്ള സ്ഥലത്ത് എത്തിച്ചേരുക എന്നുള്ളത്. അതുകൊണ്ടാണ് ദാറുസ്സലാം എന്ന് സ്വർഗത്തിന് പേര് വന്നതെന്നാണ്. സമാധാനത്തിന്റെ ഭവനം, കുറ്റപ്പെടുത്തലുകളും കുത്തിപ്പറയലുകളും ആക്ഷേപങ്ങളും കളവുകളും ഇല്ലാത്ത. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബയിൽ പറഞ്ഞ ആയത്ത് നമുക്കൊക്കെ കാണാതെ അറിയുന്ന ആയത്ത്, 35-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ലാ യസ്മഊന ഫീഹാ ലഅവൻ വലാ കിദ്ദാബ. അവിടെ അനാവശ്യമായ ഒരു വർത്തമാനങ്ങൾ കേൾക്കൂല. അതേപോലെ തന്നെ വ്യാജ വാർത്തകൾ കേൾക്കൂല. ഇത് രണ്ടും കൊണ്ട് സമ്പന്നമാണ് ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ. പത്രത്തിൽ മറിച്ചു നോക്കിയാൽ, സമൂഹത്തിൽ ഓരോ വാർത്തകൾ എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സജീവമായ കാലത്തൊക്കെ അങ്ങോട്ട് വിടല്ലേ, വ്യാജ വാർത്തകളെ കൊണ്ടും അനാവശ്യമായ പ്രയോഗങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. അതൊന്നുമില്ലാത്ത ഒരു ലോകം ഏതാണ്? സ്വർഗാണ്. ലാ യസ്മഊന ഫീഹാ, അതിൽ നിങ്ങൾ കേൾക്കുകയില്ല ലഅവൻ വലാ കിദ്ദാബ. സൂറ വാഖിയയിലെ 25-ാമത്തെ ആയത്തിൽ ഇതേ ആയത്ത് തന്നെ ആവർത്തിച്ചു പറഞ്ഞു, ഒരു വാക്കുകൂടെ ചേർത്തു, ലാ യസ്മഊന ഫീഹാ ലഅവൻ വലാ തഅസീമ. അനാവശ്യമായ വാക്കുകളും കുറ്റപ്പെടുത്തലുകളാണ് ഉണ്ടാവില്ല. അതാണ് തഅസീം എന്ന് പറഞ്ഞാൽ. എന്താ ഭാര്യ ഭർത്താക്കന്മാർ അകലാൻ കാരണം? എന്താ മക്കളും പാരന്റ്സും തമ്മിൽ തെറ്റാൻ കാരണം? എന്താണ് രക്തബന്ധുക്കൾ തമ്മിൽ വർഷങ്ങളോളം മരിച്ചു കഴിഞ്ഞാലും എന്റെ മുഖം അവന് കാണിച്ചു കൊടുക്കരുത് എന്നൊക്കെ വസിയത്തിന് ആൾക്കാർ. അതാണ് നമ്മുടെ നാട്ടിലെ വസിയത്ത് എന്ന് പറഞ്ഞാൽ. കുടുംബബന്ധം മുറിക്കുന്ന സ്വർഗത്ത് പോലാന്നാണ്. ചില ആളുകൾക്ക് അഭിമാനമായിട്ട് പറയാറുണ്ട്, എന്റെ ആ മൂരാശി എളാപ്പുണ്ടല്ലോ, മൂപ്പരെ മുറ്റത്ത് ഞാൻ ചവിട്ടിയിട്ട് 5 കൊല്ലായി. അഭിമാനമാണ്. അത് അഭിമാനമല്ല, അപമാനമാണ്. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിലൊക്കെ ചിലപ്പോൾ ചെറിയ ഒരു അതിരിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു തൈപ്ലാവിന്റെ വിഷയത്തിൽ കൊലപാതകം നടന്നിട്ട് നമ്മുടെ സംസ്ഥാനത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അതിരുമ്പ് നിൽക്കുന്ന ഒരു പ്ലാവിന്റെ തൈയിന്റെ പേരിൽ ആ പ്ലാവ് ഇപ്പോൾ അവിടെ ഉണ്ട്, മരിച്ചാൾ ഇപ്പൊ ലോകത്തില്ലല്ലോ. കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം, നീ അവനെ കണ്ടാൽ ആയുധം എടുത്തു, നീ അവനെ കൊന്നില്ലെങ്കിൽ അവൻ നിന്നെ കൊല്ലും. ഖാത്തിലും മഖ്തൂലും നരകത്തിലാണെന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ സഹോദരങ്ങളെ, സമാധാനത്തിന്റെ ലോകം. എന്നിട്ട് അടുത്ത ആയത്തിൽ പറഞ്ഞു, ഇല്ലാ ഖീലൻ സലാമൻ സലാമ. അവിടെ നിങ്ങൾ സമാധാനം സമാധാനം എന്ന് മാത്രമേ കേൾക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് ഖുർആൻ പറഞ്ഞ അള്ളാഹുവെ കുറിച്ചുള്ള സ്മരണ കൊണ്ടാണ് ഈ ലോകത്തും നമുക്ക് സമാധാനം ഉണ്ടാവുക. അങ്ങനെ പരലോകത്ത് എത്തിച്ചേരുമ്പോഴാണ് ദാറുസ്സലാമിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുക. പലപ്പോഴും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കുഴപ്പമായിരിക്കും. പ്രത്യേകിച്ച് ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ, 30 വയസ്സ് 35 വയസ്സായി 35 വർഷമൊക്കെ ദമ്പതികളായി ജീവിച്ചു, 40 കൊല്ലമായിട്ടൊക്കെ പിരിയാന്ന് പറയുന്ന കാരണം എന്താ? മനുഷ്യന്മാർക്ക് പൊതുവെ ഒരു റിട്ടയർമെന്റിന്റെ പ്രായമൊക്കെ ആകുമ്പോൾ ഈ ഹോർമോണിലൊക്കെ കുറെ ചേഞ്ച് വരും. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ മെനോപോസിന്റെ സമയത്തൊക്കെ ശാരീരികമായ ഭയങ്കര പ്രക്ഷുബ്ധാവസ്ഥയുണ്ടാകും. അവർ പ്രത്യേക സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഹോർമോൺ ചേഞ്ച് കാരണം പ്രതികരണങ്ങളൊക്കെ മാറും. ചിലപ്പോൾ ഭർത്താവിന് ഇടക്കിടക്ക് ഭാര്യ കുറ്റപ്പെടുത്തും, ഭാര്യയോട് ഭർത്താവ് ഇടക്ക് കയർക്കും. അതൊക്കെ ശരീരത്തിൽ ഉണ്ടാകുന്ന
ശാരീരികമായ ചില മാറ്റങ്ങൾ കൂടി അതിന് കാരണമാണ്. അങ്ങനൊക്കെ ഉണ്ടാവും. എന്റെ ഭർത്താവ് 25-ാമത്തെ വയസ്സിൽ എന്നോട് പെരുമാറിയിരുന്നത് പോലെ, ചിരിച്ചിരുന്നത് പോലെ അതേപോലെ എന്നോട് ഇപ്പോഴും പെരുമാറണം എന്ന് തന്നെ ഒരു ഭാര്യ ശഠിക്കുകയും, എന്റെ ഭാര്യ അന്ന് വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ അവൾക്ക് എന്നോട് എന്തൊരു സ്നേഹമായിരുന്നോ അതൊന്നും ഇപ്പൊ ഇല്ല. സംഗതി ശാരീരികമായ മാറ്റങ്ങളോടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രായം, നമ്മുടെ ചുറ്റുപാടുകൾ, ജീവിതത്തിലെ മാറ്റങ്ങൾ, ഇതൊന്നും അറിയാതെ പെരുമാറുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒട്ടനേകം നിർദ്ദേശങ്ങൾ, ഇവിടെ പറഞ്ഞതൊക്കെ ഏതാനും ചില ചിന്തുകൾ, ശകലങ്ങൾ മാത്രമാണ്. എമ്പാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് കാണിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിയറി പറഞ്ഞു പോയ ഒരാളല്ല. നബി ജീവിതം എങ്ങനെയാണെന്ന് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തന്ന ആളാണ്. 23 കൊല്ലം കൊണ്ട് പ്രായോഗികമാണ് എന്ന് തെളിയിച്ച ഒരു നിയമസംഹിതയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തിന് സമർപ്പിച്ചത്. അല്ലാതെ ഒരു ഉട്ടോപ്യൻ ആദർശം പറഞ്ഞു പോയ ആളല്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ പ്രവാചകൻ നിങ്ങൾക്ക് എല്ലാ മേഖലയിലും മാതൃകയുണ്ട് എന്ന്. അതാണ് ഇത്തിബാഉർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനും അവന്റെ പ്രവാചകന്റെ ചര്യയും അനുസരിച്ച് സമാധാനത്തോടുകൂടി ജീവിക്കുകയും സമാധാനത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരായ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.